KSRTCയെ കുറിച്ച് കൂടിയൊരു പഠനം ധവളപത്രത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. 3 സെക്ടർ, KCB, KSRTC, വാട്ടർ അതോറിറ്റി. അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം ഉണ്ടാവും. അതെ അതെ, നമ്മളിപ്പോ വരുമാനം കുറയ്ക്കുന്ന ഒരു പണിയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്, സൗജന്യം. അതനുസരിച്ച് മറുഭാഗത്ത് വരുമാനം ഉണ്ടാക്കാനും എന്തായാലും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ നമ്മൾ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇത്ര നാളും പബ്ലിക് ട്രാൻസ്പോർട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലായിരുന്നു. ഇപ്പം അതല്ല. ഇതിന് മുമ്പുള്ള ഗവൺമെന്റുകളെ വരെ ഞാൻ കുറ്റപ്പെടുത്തല്ല, എങ്ങനെയോ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മുടെ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന ഭരണത്തിന്റെ ചവിട്ടുകൊട്ടയിലായിപ്പോയി. പിന്നെ അതിൽ കിടക്കുന്ന ഒരു സാധനത്തെക്കുറിച്ചുള്ളൊരു ചിന്തയാണ്, ഒരു വേസ്റ്റിൽ കിടക്കുന്ന ഒരു സാധനം. ഇപ്പം അതല്ല. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനത്തോടു കൂടി പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കാലത്തിന് ശേഷം കേരളത്തിന്റെ സുപ്രധാനമായ അജണ്ടയായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് ഈ സൗജന്യം കൊടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ അതിന്റെ ഇനിയിപ്പോൾ എല്ലാവരും, ഞാൻ തന്നെ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഇപ്പൊ നമ്മളൊക്കെ പല വികസിതമായ പട്ടണങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ജനീവയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് നിങ്ങൾ ഏത് ബസ്സിലാണ് വന്നത്? ഈ ചോദ്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോയി നിങ്ങൾ ഏത് ബസ്സിലാണ് വന്നത്? അതുപോലെ നമ്മുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ന സ്റ്റോപ്പിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത് എന്തോ ഒരു മോശം പോലെയാണ്. എല്ലാവർക്കും ഒരു കാറ് നിർബന്ധമാണ്. അതൊരു സോഷ്യൽ നോമായി. നമുക്ക് പൊതുഗതാഗതത്തിലേക്ക് വരണം. അത് ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിൽ ഏറ്റവും പ്രധാനമാണ്. പൊതുഗതാഗതം ആളുകൾ കൂടുതൽ ഉപയോഗിക്കും തോറും ഈ എമിഷൻ കുറയുമല്ലോ. അപ്പൊ ഇന്ന് നമ്മുടെ ജൂൺ 15 ഏറ്റവും വലിയ ഇപ്പൊ നഷ്ടം ഒരു ദിവസം 2 കോടിയാണെങ്കിൽ പരിസ്ഥിതി ഈ ആളുകൾ ഈ എമിഷൻ കുറച്ച് അവർ ബസ്സിലേക്ക് കയറിയാൽ അത് വലിയൊരു നേട്ടമല്ലേ? ഒരു എൻവയോൺമെന്റൽ ആയിട്ടുള്ളൊരിതുണ്ടല്ലോ, എൻവയോൺമെന്റൽ എക്കണോമിക്സ് കൊണ്ട് വേറെ തന്നെ ഒരു വിഷയമുണ്ട്. അപ്പൊ അതിന്റെ ലോസ് ആൻഡ് പ്രോഫിറ്റ് നമ്മുടെ കാശിന്റെ കണക്കിൽ മാത്രമല്ല. അത് നോക്കാം തീർച്ചയായിട്ടും.